ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും? ഇന്ന് നമുക്കൊരു ഞണ്ട് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഉള്ളൊരു ഡൗട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞണ്ടൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമുക്കിന്നൊരു ഞണ്ട് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യണ കാണിക്കാം. അപ്പോൾ ഇത് പെണ്ണണ്ടാട്ടോ, എല്ലാം ഒരു 1/2 kg പെണ്ണണ്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ കാല് ഒടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കത്തിയും എടുക്കാം, ഒരു സിസേഴ്സും എടുക്കാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ചിലവർ ഇതൊക്കെ എടുക്കും, പക്ഷെ ഞാനിത് എടുക്കാറില്ല. എല്ലാം നമുക്ക് ശരിക്കും കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ. ഇത് എന്നിട്ട് ഇതിങ്ങനെ തുറന്ന് എടുക്കാം. എന്നിട്ട് ഇതൊക്കെ നമുക്ക് മാറ്റാം. ഇതിതും നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതും കൂടെ അങ്ങോട്ടേക്ക് ക്ലീൻ ചെയ്യും. എന്നിട്ടൊരു ബ്ലാക്ക് സാധനമൊക്കെ ഉള്ളത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ അത് പോകും കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് ഞണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. അത് നമുക്ക് ലാസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നും കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞണ്ട് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് ബാക്കിയും കൂടെ റെഡി ആക്കിയിട്ട് വരാം. ഇതിൽ ചില ഞണ്ടിൽ നാട്ടിലത്തേക്ക് ആണെങ്കിൽ ഇവിടെ ഓറഞ്ച് കളറിൽ പൊന്നുണ്ടാവും. ഇവിടെ ഇതിന് പൊന്ന് ഞാൻ എടുക്കാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഓറഞ്ച് കളറൊന്നുമല്ല, ഇങ്ങനൊരു മഞ്ഞ നിറത്തിലുണ്ടാവും. ചിലവർ അത് എടുക്കും, പക്ഷെ ഞാനത് എടുക്കാറില്ല. നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയും കൂടെ എടുക്കാം. ശരിക്കും കഴുകി കഴിഞ്ഞിട്ട് ഇനി വെള്ളത്തിലിട്ട് വെക്കണ്ട കേട്ടോ. നമുക്ക് കഴുകിയതിനൊപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇത് ഞണ്ട് വെള്ളം ഒഴിക്കും. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മസാലയൊക്കെ ഇടയിൽ നല്ലോണം പിടിക്കും കേട്ടോ. ഇതിൻ്റെ ചെറിയ ഞണ്ടാണ്, പക്ഷെ കഴമ്പുണ്ട് എല്ലാത്തിലും. ശരിക്കും ഇതിപ്പോൾ ഇവിടെ സീസൺ അല്ല, ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സീസൺ വരുന്നത്. അപ്പം നമ്മുടെ ഞണ്ട് കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇനി ഇത് നമുക്ക് കറി വെക്കാം. അപ്പം എല്ലാവരും നമുക്ക് കറി വെക്കുന്നതിനകത്ത് പോവാം. നമുക്ക് ഒരു സവാള, ചെറിയ സവാള കേട്ടോ, പിന്നെ ഒരു 4-5 വലിയ ചെറുള്ളി, പിന്നെ 4 വെളുത്തുള്ളി, ഒരു ഇഞ്ചി, പിന്നെ 4 പച്ചമുളക് കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സവാളയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളിയും അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ വേണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതും കൂടെ വേണം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതവിടെ വെക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കായേ. സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടിയാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെറുള്ളിയും സവാളയും കൂടെ ഇട്ട് നല്ലോണം വാടി.
ഇപ്പം നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നല്ലോണം വഴറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയിട്ടിട്ട് നമുക്ക് വേണ്ട സാധനം അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ എടുക്കുന്നത്. നമുക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ഈ ഒരു സ്പൂണ്, 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ശരിക്കും ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഗരം മസാല ഒരു 3 സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇടേണ്ട ഐറ്റം കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ നേരത്തെ എടുത്തില്ലേ, അതൊരു 2 ടേബിൾ സ്പൂണ് അളവിൽ കുരുമുളക് ചേർക്കാം. നമുക്കിതിൽ വേറെ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. കുരുമുളകും പിന്നെ ഗ്രീൻ ചില്ലിയുടെ സ്പൈസസുമാണ് ഉള്ളത്. പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണ്, ചെറിയ ടേബിൾ സ്പൂണാണ് പെരിഞ്ചീരക പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നല്ലവണ്ണം നല്ല പച്ചമണം പാർന്ന വരെ ഒന്ന് ആക്കിയെടുക്കാം, വാട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ച പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ലോണം ശരിക്കും തിളച്ചിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ 1/2 കിലോ ഞണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഗരം മസാല ചേർക്കാൻ വേണ്ടി ഇത് ചെയ്യണം. പിന്നെ ചിലവർ ഈ ചിക്കൻ മസാലയൊക്കെ ഇടുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഗരം മസാല ഇടുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഈ ഞണ്ട് വേകാനുള്ള വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വറ്റിച്ച് ഞാൻ എടുക്കും കേട്ടോ, കുറുക്കിയെടുക്കും. കാര്യം റോസ്റ്റ് പോലെയാണല്ലോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമിട്ട് എടുക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ചോറ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ടേസ്റ്ററിനെ വിളിക്കാം. എങ്ങനെയുണ്ട് ബെല്ല? സൂപ്പർ. അപ്പോൾ ഡിയേഴ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.